കത്ത് തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സൂജിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ ഒരു യാത്ര പുറപ്പെടാനായി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തിരിക്കുന്നു. ഒറ്റയ്ക്കല്ല യാത്ര പുറപ്പെടാനായി ഇരിക്കുന്നത്, അവളുടെ ലവറിനെയും കാത്താണ് അവൾ ഇരിക്കുന്നത്. സൂജിൻ ഒരു 27 വയസ്സുള്ള ഫാഷൻ ഡിസൈനറാണ്. അവൾ പ്രണയിച്ചതാവട്ടെ അവളുടെ കൊളീഗായ വിവാഹിതനായ ഒരു വ്യക്തിയും. അയാളുമായി ഒളിച്ചോടാനായി തീരുമാനിച്ച് ഇവിടെ വന്നങ്ങനെ ഏറെ നേരം കാത്തിരിപ്പുണ്ട്. ടിക്കറ്റ് എടുത്ത ട്രെയിനൊക്കെ വന്നു പോയിട്ടും അയാളെ കാണാതാവുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അയാൾ അവളെ നൈസായിട്ട് തേച്ചു എന്നത്. അതായത് അവളും വിവാഹിതനായ ഒരാളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് ഒരു തെറ്റ് തന്നെയാണ്. ഇപ്പോ ആ കാര്യം അറിഞ്ഞ് ആകെപ്പാടെ സങ്കടത്തില് ടിക്കറ്റും വലിച്ചു കീറിയെറിഞ്ഞ് അവളിങ്ങനെ അവിടെ നിന്ന് മടങ്ങി പോകുന്ന സമയം ആ സങ്കടം മാറ്റാനായി നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കൂൾ ഡ്രിങ്ക്സ് എടുക്കുന്നുണ്ട്. ഓൾറെഡി പുള്ളിക്കാരി നല്ല ടെൻഷനിലും സ്ട്രെസ്സിലും ദേഷ്യത്തിലും സങ്കടത്തിലും അങ്ങനെ മിക്സ്ഡ് ഇമോഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വാങ്ങിച്ച ഡ്രിങ്ക്സിന്റെ കാശ് കൗണ്ടറിൽ അടയ്ക്കുന്നുണ്ടെങ്കിലും ആ ഡ്രിങ്ക്സ് എടുക്കാതെയാണ് സൂപ്പർ മാർക്കറ്റ് വിട്ട് ഇറങ്ങി പോകുന്നത്. വേഗം അത് എടുക്കാനായി തിരിച്ച സൂപ്പർ മാർക്കറ്റിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ ഡോറിന്റെ അവിടെ തന്നെ ഒരാള് നിൽക്കുന്ന കാഴ്ച അവൾ കാണുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു കോക്ക് ഉണ്ടായിരുന്നു. എന്തിനാ എന്റെ കോക്ക് എടുത്തത്, ഇത് എന്റെയാണെന്നും പറഞ്ഞ് അവൾ അത് വാങ്ങിച്ച് അയാളുടെ മുന്നിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കുടിച്ച് എംറ്റി ക്യാനാണ് തിരിച്ച് അയാളുടെ കയ്യിലേക്ക് നൽകുന്നത്. എന്നിട്ട് അവൾ മാസമായിട്ട് ഒരു പോക്ക് പോകുമ്പോ ആരപ്പ ഇവളെന്തി കാണിക്കുന്നതെന്ന് മട്ടില് അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ ആ കോക്ക് കുടിച്ച സംതൃപ്തിയില് നേരെ ബസ്സിൽ ചെന്ന് കയറുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പേഴ്സ് തപ്പുമ്പോഴാണ് അവൾക്ക് പേഴ്സ് തന്റെ കയ്യിലില്ല. അത് ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് തന്നെ മിസ്സായതാണെന്ന് ഓർത്തവൾ നേരെ സൂപ്പർ മാർക്കറ്റിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ അവളെ കാണുന്ന കൗണ്ടറിലെ സ്റ്റാഫ് അവിടെ അവൾ മറന്നു വെച്ച അവളുടെ പേഴ്സും ഒരു ക്യാൻ കോക്കും അവളെ ഏൽപ്പിക്കുമ്പോൾ അവൾ ആകെ ഷോക്കാവുന്നു. അപ്പൊ ഞാൻ മുന്നേ വാങ്ങിച്ചു കുടിച്ചത് എന്റെ കോക്കല്ലായിരുന്നോ, അയാളുടെ കോക്കായിരുന്നോ, ആരയാള് എന്ന മട്ടിൽ അവൾ ആകെ പാടെ ചമ്മി പോകുന്നു. എന്തായാലും അവൾ അവിടെയൊക്കെ അയാളെ നോക്കിയെങ്കിലും പിന്നീട് കണ്ടതേയില്ല. വേണ്ടാത്തൊരു റിലേഷൻഷിപ്പിൽ ചെന്നുപെട്ട് അതിനുവേണ്ടി ഫാമിലി ഉപേക്ഷിച്ച് ഒളിച്ചോടാനായി ഒരു ശ്രമം നടത്തിയത് പാളിപ്പോയി ഇപ്പോ അപ്സെറ്റ് ആയി വന്ന് നിൽക്കുന്ന സൂജിനെ പറ്റി അവളുടെ വീട്ടുകാർക്ക് നല്ല ധാരണയുണ്ട്. അവൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പോയതിലും തങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ ഒരു ശ്രമം നടത്തിയതിലും അവർക്ക് അവളോട് ദേഷ്യവും വിദ്വേഷവും ഉണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിൽ അവളെ സമാധാനിപ്പിച്ച് കൂടെ നിൽക്കുന്നു. അങ്ങനെ അവൾക്കൊരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി അവളുടെ അച്ഛൻ നടത്തുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് സൂജിൻ അച്ഛൻ നിർബന്ധിച്ചത് പ്രകാരം പോകുന്നുണ്ട്. അവൾക്കൊരു ചേഞ്ച് ആവട്ടെ എന്ന രീതിയിലാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. എന്തായാലും അവിടെ എത്തിക്കഴിയുമ്പോൾ പുറത്തിറങ്ങേണ്ട കാറിൽ തന്നെ ഇരുന്നോ, ഭയങ്കര പൊടിയൊക്കെയാണ് എന്ന് അവളോട് പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോകുന്നു. അച്ഛൻ എത്തിയിരിക്കുന്ന അച്ഛന്റെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഒരു കാർപ്പന്റർ ആണ്. മുന്നേ സൂജിൻ കോക്ക് മാറി കുടിച്ച അവൾ പിന്നീട് ആരാണെന്ന് അന്വേഷിച്ച് നടന്ന ചോയ്. അവനിപ്പോ അതുവഴി നടന്നു പോകുന്ന കാഴ്ച അവൾ കാണുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരുന്നില്ല, അയ്യോ ഇവനല്ലേ ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട ആൾ, ഇവനല്ലേ ഞാൻ തപ്പി നടന്നേ എന്നോർക്കാതെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ അവൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നു. എന്തായാലും അടുത്ത ദിവസം സുജിൻ ജോലി ചെയ്യുന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനി ഉണ്ടല്ലോ, അവിടെ ചില ജോലികൾക്ക് വേണ്ടി ഒരു കാർപ്പന്ററിനെ ആവശ്യം വരും. സുജിൻ വേഗം തന്നെ അവളുടെ അച്ഛനെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്റെ പരിചയത്തിലുള്ള നല്ലൊരു കാർപ്പന്ററിനെ തന്നെ വിട്ടേക്കാമെന്ന് അച്ഛനും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾക്കായി ഓഫീസിലേക്ക് എത്തുന്ന കാർപ്പന്ററിനെ കണ്ട് അവൾ അമ്പരന്ന് പോവാണ്. അത് മറ്റാരുമല്ല, കഴിഞ്ഞ ദിവസം അവൾ കണ്ട ചോയാണ്. ഇപ്പം മൂന്നാമതായി ഇവനെ കാണുന്ന സമയത്താണ് അവൾക്ക് ഇവനെ ആദ്യമായി കണ്ട ഇൻസിഡന്റ് വീണ്ടും ഓർമ്മയിൽ എത്തുന്നത്. അവനും അവളെ കാണുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ട പെണ്ണല്ലേ ഇതെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും ആ ഒരു പരിചയഭാവമേ കാണിക്കുന്നില്ല. അവന്റെ ജോലി അവിടെ ഇങ്ങനെ ചെയ്തു നിൽക്കുന്ന ടീം അവൾ ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് കോക്ക് വാങ്ങിച്ചു കുടിച്ച ആ ഒരു ചമ്മല് പരിഹരിക്കാനായി അവനൊരു കോക്ക് വാങ്ങിച്ചു കൊടുക്കാനായി അവൾ പോകുന്നുണ്ടെങ്കിലും അത് അവൾ കൊടുക്കും മുന്നേ അവനാവട്ടെ അത് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് അത് ഫുള്ള് കാലിയാക്കിയിട്ട് അന്ന് അവൾ ചെയ്ത കണക്ക് തന്നെ അവന്റെ ഒരു മാസ് പെർഫോമൻസ് അവിടെ കാണിക്കുകയാണ്. അവൻ അങ്ങനെ പോകുമ്പോൾ അവൾ അത് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓർത്തോർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് അവളുടെ ഹാൻഡ് ബാഗ് ഒരു കള്ളൻ മോഷ്ടിക്കേണ്ടതായിരുന്നു. അവൻ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ടൈം മുന്നിലുണ്ടായിരുന്ന ഒരു ജീപ്പുകാരൻ ഡോറ് തുറന്ന ആ കള്ളനെ തട്ടി താഴെയിടുന്നു. ആ ജീപ്പ് ഓടിച്ചിരുന്നത് മറ്റാരും അല്ല, നമ്മുടെ ചോയാണ്. അവൻ അവളെ സഹായിച്ചിരിക്കുന്നു. അവൾക്ക് വളരെ വളരെ സന്തോഷമായി. അവനോട് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് അവൾക്ക് തോന്നി തുടങ്ങിയത് തിരിച്ചറിയുന്ന അവൾ അടുത്ത ദിവസം ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അവൻ ഇംപ്രസ് ചെയ്യണമെന്ന രീതിയിൽ പോകുന്നുണ്ടെങ്കിലും അവന്റെ ജോലി അവിടെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവൻ പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് നിരാശ, ഇനി എപ്പോ അവനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അവനെ വീണ്ടും അപ്രതീക്ഷിതമായി അവൾ ഒരു റോഡ് സൈഡിലുള്ള കടയിലിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. അവളും അവിടേക്ക് ചെന്ന് അവനോട് സംസാരിച്ചിരിക്കുന്നു, അവന് കൂടെ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അവൻ പെട്ടെന്ന് അവളെ കിസ് ചെയ്യാൻ അവൾക്ക് തന്നോട് ഒരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ അവൻ ചെയ്തതാവാം. എന്തായാലും ആ ഒരു ഇൻസിഡന്റോട് കൂടി പിന്നീട് രണ്ടുപേരും വളരെയധികം അടുക്കുന്നുണ്ട്. രണ്ടുപേരും പ്രണയിക്കാനായി ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു കാർപ്പന്റർ ആയിട്ടുള്ള ചോയ്ക്ക് ഒരു ആർക്കിടെക്റ്റ് ആയി മാറണം എന്നതാണ് ആഗ്രഹം. അവൻ അതിനുവേണ്ടി എക്സാമിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ തകൃതിയിൽ ജോലിയോടൊപ്പം നടത്തുന്നുമുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നോക്കി ചോയുടെ കൂടെ സൂചിനുള്ള സമയത്ത് അവന്റെ വീട്ടിലൊരു ഡ്രോയർ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനകത്ത് എന്താണെന്ന് അത് അടഞ്ഞു കിടക്കുന്നത് കണ്ട് ഒരു കൗതുകത്തിന് പുറത്ത് അവൾ തുറക്കാൻ നോക്കുമ്പോൾ അത് ഒരു കാരണവശാലും തുറന്നേക്കരുത്. അങ്ങനെ തുറക്കാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും കാണില്ല എന്ന രീതിയിൽ അവനൊരു താക്കീത് നൽകുമ്പോൾ എന്തിനാ വെറുതെ എന്ന രീതിയിൽ അവൾ പിന്നീട് അത് നോക്കുന്നില്ല. അങ്ങനെ ഇവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നതിന്റെ ഇടയിൽ തന്റെ ലൈഫിൽ നടന്ന ആ ഒരു സംഭവത്തെ പറ്റി സൂജിൻ ചോയോട് പറയുന്നു. അവൾ മാരീഡ് ആയ അവളുടെ ഒരു കൊളീഗിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ സ്നേഹിച്ചിട്ടും അവൻ തന്നെ ചതിച്ചു എന്നും അവൾ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോൾ എന്തിനാ
എന്തിനീ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത്? നിനക്കിനി ഞാനില്ലേ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കില്ലേന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അങ്ങനെ അവരുടെ പ്രണയം നല്ല ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. ആ ഒരു തേപ്പ് ഇൻസിഡന്റ് മൂലം ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന സുജിൻ പതിയെ പതിയെ ചോയ് ലൈഫിലേക്ക് കടന്നു വന്ന ശേഷമാണ് ഹാപ്പിയായി മാറിയത്. അവളുടെ ഈ നല്ല മാറ്റം അവളുടെ അച്ഛനും ശ്രദ്ധിച്ചിരുന്നു. ആരാ മോളെ ആ പയ്യനെന്ന് അച്ഛൻ വളരെ ഓപ്പണായി അവളോട് ചോദിക്കുമ്പോൾ, അയ്യോ അച്ഛൻ ഇതെങ്ങനെ മനസ്സിലായെന്ന് മറ്റില് അവൾ അമ്പരക്കുന്നുണ്ടെങ്കിലും നിന്റെ സന്തോഷത്തിനൊന്നും ഞാൻ തടസ്സം നിൽക്കില്ല. ആരാണ് ആ പയ്യനെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് റെഡിയാക്കാന്ന് അച്ഛൻ പറഞ്ഞത് പ്രകാരം വലിയ സന്തോഷത്തില് ചോയെ ചെന്ന് കാണുന്ന സൂജിൻ അച്ഛൻ നമ്മുടെ റിലേഷൻഷിപ്പിന് സമ്മതം അറിയിക്കും, നമുക്ക് അച്ഛനെ ചെന്ന് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് അച്ഛനെ കാണാൻ പോകാനായിട്ട് അവനെ വിളിക്കുമ്പോൾ, വേണ്ട അത് ശരിയാവത്തില്ല, നിന്റെ അച്ഛൻ എത്രയോ വലിയ ആളാണ്, അദ്ദേഹത്തിന്റെ മുന്നില് മകളെ ചോദിച്ച് ചെന്ന് നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കില്ല. ഞാനിപ്പോ വന്ന് പെണ്ണ് ചോദിച്ചാൽ തന്നെ എന്നെ ആട്ടി പുറത്താക്കേ ഉള്ളൂ. ഞാൻ എക്സാം എഴുതി നല്ലൊരു ആർക്കിടെക്ട് ആയി മാറിയ ശേഷം ഞാൻ വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് അവൻ പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നേ ഇല്ല. പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കെഞ്ചി ബ്രെയിൻ വാഷ് ചെയ്ത് ഒടുക്കം അവൾക്ക് വേണ്ടി അവളുടെ അച്ഛന്റെ മുന്നിലേക്ക് പോകാനായി ചോയ് തയ്യാറാവുന്നു. അങ്ങനെ അച്ഛനെ കാണാനായി പോകുമ്പോൾ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന വെറും ഒരു കാർപ്പന്റർ തന്റെ മകളെ പ്രണയിക്കുന്നു എന്നത് അച്ഛന് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കിയ കാര്യമായിരുന്നു ആദ്യം. അച്ഛൻ പക്ഷെ ആ ദേഷ്യം അവളുടെ മുന്നിൽ കാണിച്ചില്ലെങ്കിലും അവൾ ഒന്ന് വാഷ്റൂമിലേക്ക് പോകുന്ന ഗ്യാപ്പിന് അവനോട് നന്നായി തന്നെ ദേഷ്യപ്പെടുന്നു. ഈ സമയം വാഷ്റൂമിൽ പോയി മടങ്ങിയെത്തുന്ന സൂജിൻ മയങ്ങി വീഴുന്നുണ്ട്. അത് കാണുന്ന അച്ഛനും ചോയും ഷോക്കാവുന്നുണ്ടെങ്കിലും ചോയ് വേഗം ഓടിച്ചെന്ന് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വരുന്ന അവൾ അച്ഛനെ അന്വേഷിക്കും മുന്നേ തന്നെ ചോയുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുന്നത്. അതും അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അവൾ ഒരുപാട് ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ എങ്കിൽ അവരുടെ വിവാഹം നടത്താനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവർ വിവാഹിതരാവുകയും അതേസമയം തന്നെ ആർക്കിടെക്ട് ആയി എക്സാം എഴുതി പാസ്സായി ലൈസൻസ് നേടി നല്ല രീതിയിൽ അങ്ങനെ ചോയുടെ കരിയറും മുന്നോട്ട് പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ പതിയെ പതിയെ സൂചനയിൽ ഓരോ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവൾ കാര്യങ്ങൾ പതിയെ മറക്കാൻ തുടങ്ങി. കുക്കിങ്ങിന്റെ ഇടയിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോവുക, അങ്ങനെ കുക്ക് ചെയ്തെല്ലാം കരിഞ്ഞു പോവുക, ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി ഇടയ്ക്ക് മറന്നു പോവുക, ഓഫീസിലെ ചില കാര്യങ്ങൾ മറന്നു പോവുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തോ എവിടെയോ തകരാറുണ്ട് എന്ന് തോന്നുന്ന അവൾ അങ്ങനെ ഒരു ഡോക്ടറിനെ കാണാനായി തീരുമാനിക്കുന്നു. ഡോക്ടർ അവളോട് ചില ഡേയ്സിനെ പറ്റി തിരക്കുന്നുണ്ട്. അവളുടെ ലൈഫിൽ അവൾ ഒട്ടും മറക്കാൻ സാധ്യതയില്ലാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഡേയ്സ്. പക്ഷെ അതുപോലും അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ എന്തായാലും കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യണം, ഒരാഴ്ച കഴിഞ്ഞ് വരാനേ അവളെ പറഞ്ഞു വിടുന്നു. വീട്ടിലെത്തുന്ന അവൾ താൻ ഈ ഡോക്ടറിനെ കണ്ട കാര്യവും തന്റെ ഓർമ്മയിൽ തന്റെ മറവിയുടെ ഈ കാര്യം ഒന്നും തന്നെ ചോയോട് പറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ചോയ് അവളെയും കൂട്ടി അവന്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള ഒരാളെ കാണാനേ പോകുന്നുണ്ട്. അവൻ ലൈഫിൽ ഇനി എന്തെന്നറിയാതെ പകച്ചു നിന്ന ആ ഒരു കാലത്ത് ഇദ്ദേഹമാണ് അവനെ ഒരു വഴി കാട്ടിക്കൊടുത്ത് അവനിങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ് ലൈഫിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആവാൻ ഒരു കാരണക്കാരൻ. അപ്പോ ആളുടെ അടുത്ത് അവളെ കൊണ്ടുപോയി അവൾ അങ്ങനെ പുള്ളിക്കാരനോട് ഓരോന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ചോയ്ക്ക് അമ്മയുണ്ടെന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ചോയ് ഒരിക്കലും അവളോട് അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്ന രീതിയിലാണ് അവൻ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അറിയാനായി ആകാംക്ഷ വരുന്ന അവൾ നേരിട്ട് അവനോട് അതിനെപ്പറ്റി ചോദിക്കാതെ വീട്ടിലെത്തിയ ശേഷം അവൻ തുറക്കരുതെന്ന് പറഞ്ഞ ആ ഒരു ഡ്രോയർ ഉണ്ടല്ലോ, അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അത് തുറന്നു നോക്കും. അതിൽ അവന്റെ അമ്മയുടെ ഫോട്ടോയും ചില ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കുന്ന അവൾ അടുത്ത ദിവസം അവനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അമ്മയുടെ പേര് കേൾക്കുന്നതേ ഭയങ്കര ദേഷ്യത്തിലാണ് അവൻ റിയാക്ട് ചെയ്യുന്നത്. ആ ലേഡിയെ പറ്റി കേൾക്കണ്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അവന്റെ അച്ഛൻ മരിച്ച ശേഷം സ്വത്ത് മോഹിച്ച് മറ്റൊരു വിവാഹം കഴിച്ചു പോയ അവർ അവനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന കാര്യം വളരെ വെറുപ്പോടുകൂടി അവളോട് പറയുന്നുണ്ട്. കൊച്ചുനാളില് നല്ല രീതിയിൽ അവനെ നോക്കാതെ കാശിന് വേണ്ടി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയ അമ്മ ഇപ്പൊ പൊട്ടിപ്പാളിസായി നിൽക്കുന്ന ഈ ഒരു സമയം വർഷങ്ങൾക്കിപ്പുറം ചോയെ അന്വേഷിച്ച് നടപ്പാണ്. അവരുടെ കടമൊക്കെ വീട്ടാനായി അവൻ സഹായിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. വളരെ വെറുപ്പോടുകൂടി അവൻ ഈ കാര്യങ്ങൾ അമ്മയെ പറ്റി പറയുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ മൂലം അങ്ങനെ ചെയ്തതാകാന്ന് കരുതി ഒന്ന് ക്ഷമിച്ചു വിട്ടേക്ക്, തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ടെന്നൊക്കെ പറഞ്ഞു അവൾ എന്തോ അവനെ ഉപദേശിക്കുന്നു. അവൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രം അമ്മയുടെ ഒരു സ്നേഹം ഇല്ലെങ്കിലും അവൻ അമ്മയുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായി കയ്യിലുള്ള കാശൊക്കെ കടം വീട്ടാനായി കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റിന് വരാനായി അവളോട് ഡോക്ടർ പറഞ്ഞെങ്കിലും ആ ഒരാഴ്ച എന്നത് മറന്ന് 2 ആഴ്ചകൾക്ക് ശേഷമാണ് സൂജിൻ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇനി റിസൾട്ടിന് വേണ്ടി കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഡോക്ടർ അവളോട് പറയുന്നു. അവൾ അങ്ങനെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും അവളെ പ്രണയത്തിലാക്കിയിട്ട് പറ്റിച്ചിട്ട് പോയ ആ ഒരു വിവാഹിതനായ കൊളീഗ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഇപ്പൊ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ആള് ഈ കാലയളവില് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തിരിച്ചു വന്നിരിക്കുമ്പോൾ അവളോട് ആ പഴയ സ്നേഹബന്ധം തുടങ്ങാനായി അയാൾ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ തനിക്ക് ഒരു താല്പര്യമില്ലെന്നും താൻ വിവാഹിതയാണെന്നും തന്നെ ഇനി പിറകെ വന്ന് ഉപദ്രവിക്കരുതെന്നും അവൾ അയാളോട് പറയുന്നു. അങ്ങനെ പിന്നീട് ടെസ്റ്റിന്റെ റിസൾട്ട് ആയത് തുടർന്ന് ഡോക്ടറിനെ അവൾ കാണാനായി പോകുന്നുണ്ട്. അവൾ അൾഷിമേഴ്സ് ആണെന്ന് ഡോക്ടർ അറിയിക്കുന്നു. ഇത് ക്യൂർ ചെയ്യാൻ സാധിക്കില്ല, എന്തായാലും ഇത് മുന്നോട്ട് ഇതേ തീവ്രതയിൽ പോയാൽ അധികം വൈകാതെ താൻ ആരാണ് എന്ന കാര്യം പോലും സൂജിൻ മറക്കാൻ ചാൻസ് ഉണ്ട് എന്നത് ഡോക്ടർ അവളോട് പറയുന്നു. അവൾ ആകെ ഷോക്കായി പോകുന്നുണ്ട്. തന്റെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും നല്ലവണ്ണം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് തന്നെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നു. സങ്കടം കാരണം വീട്ടിലേക്ക് നടക്കുന്ന വഴി അവൾ പൊട്ടിക്കരയുന്ന പോലും ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ചോയെ അറിയിച്ചാൽ അവനത് ഭയങ്കര സങ്കടമാകും എന്നുറപ്പുള്ള അവൾ അവനെ അറിയിക്കാതെ ഇതെങ്ങനെയും കൊണ്ടു നടക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം ഓഫീസിലേക്ക് പോകണ്ടെന്ന് അവൾ കരുതുന്നുണ്ട്. അങ്ങനെ ലീവൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അവളുടെ ആ എക്സ് ലവർ അയാൾ വന്നതുകൊണ്ടാണ് ഇവളിപ്പോ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകുന്നതെന്ന് കരുതി അവളെ ഞാൻ ഇനി ഒരു രീതിയിലും പിറകെ നടന്ന് ശല്യം ചെയ്യില്ല
എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെ ഓഫീസിലേക്ക് അവൾ പോകുന്ന വഴി എക്സ് ലവറിനെ കാണുന്നു. ആ സമയം അവളുടെ ആ ഒരു അസുഖത്തിന്റെ ഭാഗമായി തന്നെ വിവാഹിതയായ കാര്യവും ഇയാളുമായി നടന്ന പ്രശ്നങ്ങളുടെ കാര്യമൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അയാളെ പ്രണയിച്ചിരുന്ന ആ സൂചൻ കണക്ക് അയാളോട് കാര്യമായി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ കോൺവെർസേഷൻ നടക്കുന്നതിന്റെ ഇടയിലാണ് താൻ ആരാണ്, ഇപ്പോൾ താൻ ഏത് സാഹചര്യത്തിലാണെന്ന കാര്യങ്ങൾ അവൾക്ക് വ്യക്തമായി ഓർമ്മ വരുന്നത്. വേഗം തന്നെ അവൾ അയാളുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നു. ഇതേ സമയം തന്റെ ജോലി സ്ഥലത്ത് ലഞ്ച് ടൈമില് ഫുഡ് കഴിക്കാനായി ലഞ്ച് ബോക്സ് തുറക്കുന്ന ചോയ് കറിയില്ലാതെ ജസ്റ്റ് ചോറ് മാത്രം സൂചിൻ വെച്ചിരിക്കുന്നത് കാണുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവൾ ഇങ്ങനെയാണ്, പല കാര്യങ്ങളും മറക്കുന്നു എന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. മുന്നേ തന്നെ മറവി ഉണ്ടെങ്കിൽ ഇപ്പൊ 2-3 ദിവസമായിട്ട് പ്രത്യേകിച്ച് കുറച്ച് കൂടിയിട്ടുണ്ട് ആ ഒരു മറവി. അതുകൊണ്ട് തന്നെ ഡൗട്ട് തോന്നുന്ന അവൻ അവളുടെ റൂം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ഡോക്ടറിന്റെ ചില ട്രീറ്റ്മെന്റ് സമ്മറി ലഭിക്കുന്നു. അതുമായി ആ ഡോക്ടറിനെ കാണാൻ പോകുന്ന അവൻ അവൾക്ക് എന്താണ് അസുഖം എന്ന കാര്യങ്ങളെ പറ്റി തിരക്കുമ്പോൾ അവൾക്ക് അൾഷിമേഴ്സ് ആണ്. അധികം വൈകാതെ എല്ലാ ഓർമ്മകളും അവളിൽ നിന്ന് നഷ്ടമാകുമെന്ന കാര്യം ഡോക്ടർ അവനോട് പറയുന്ന സമയത്ത് അവൻ ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാനും ഒരു സാധ്യതയില്ല. ചോയ് നേരെ സുജിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചോയ്ക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സുജിൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവൾ ഭയങ്കര ഇമോഷണലായി അവനോട് ഈ അവസ്ഥയിൽ പോയാൽ അവളെല്ലാം മറക്കും, അവനെയും ഒരു നാളും മറന്നുപോകും, അവൾക്ക് അങ്ങനെ അത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ടായിരുന്നു. ഈ അവസ്ഥ അവളുടെ കൂടെ ധൈര്യത്തിൽ ഫേസ് ചെയ്യാനായി തന്നെ അവൻ തീരുമാനിക്കുന്നുണ്ട്. അവൾ മറക്കാതിരിക്കാനായിട്ടുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ഒരു ID കാർഡ് കണക്ക് അവൾക്ക് എഴുതി അത് കഴുത്തിൽ തന്നെ തൂക്കിയിട്ട് കൊടുക്കാണ്. അങ്ങനെ അവളെ വീട്ടിലാക്കി അടുത്ത ദിവസം അവൻ ജോലിക്ക് പുറപ്പെടുന്നുണ്ട്. അവൻ ഇറങ്ങിയ ഉടനെ തന്നെ അവിടേക്ക് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് വരുന്നു. ഈ എക്സിനെ കണ്ടപാടെ അത്രയും നേരം നടന്ന കാര്യങ്ങൾ മറന്നു അവന് പ്രണയിച്ചിരുന്ന ആ ഒരു കാലത്തെ മെമ്മറീസ് മാത്രം സുജിന്റെ മനസ്സിലേക്ക് വരുന്നു. അവൾ കാര്യമായി അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അയാളും കുളന്തിപ്പ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് കൃത്യമായി മനസ്സിലാവുന്നില്ലെങ്കിലും മുതലെടുക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് എന്തോ എടുക്കാൻ മറന്നതിനെ തുടർന്ന് ചോയ് മടങ്ങിയെത്തുന്നത്. അവൻ ഇവരെ ഇങ്ങനെ കണ്ട് ആ എക്സിനെ അടിച്ചു തുരത്തുന്നു. തന്റെ വൈഫിന്റെ ഭാഗത്ത് തെറ്റില്ല, അവൾക്ക് ഈ ഒരു അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവളിപ്പോ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇവിടെ ഈ അടി നടക്കുന്ന സമയത്താണ് സുജിനെ കാണാനായി അവളുടെ അച്ഛനും അമ്മയും സഹോദരിയും വരുന്നത്. അപ്പോഴാണ് അവരോടും വേറെ വഴിയില്ലാതെ നടന്ന കാര്യങ്ങളെ പറ്റി അവന് പറയേണ്ടി വരുന്നത്. അവൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയുമ്പോൾ അവരും തകർന്നു പോകുന്നുണ്ട്. എന്നിരുന്നാലും അവന്റെ ഭാവിയെ ഓർത്ത് അവനെ പോലെ ഒരു നല്ല മനസ്സുള്ള ഹസ്ബൻഡിനെ കിട്ടിയത് തങ്ങളുടെ മകളുടെ ഭാഗ്യം തന്നെയാണെന്ന് ആവർത്തിച്ച് പറയുന്ന ആ മാതാപിതാക്കൾ പക്ഷേ അവളുടെ കൂടെ നടന്ന അവന്റെ ലൈഫ് കളയണ്ട, ഡിവോഴ്സ് ചെയ്ത് അവൻ മൂവ് ഓൺ ചെയ്യണം, മറ്റൊരു ഫാമിലി കണ്ടെത്തണം, അവളുടെ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അതവൻ സമ്മതിക്കുന്നേ ഇല്ല. അവൾ തന്റെ വൈഫാണ്, അവളുടെ കൂടെ താൻ ഉണ്ടാവുമെന്ന് അവൻ വാശി പിടിക്കുന്നു. അങ്ങനെ സൂജിൻ ഒരു ബോധമില്ലാതെ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വരെ പോകുന്നുണ്ട്. അതായത് ടോയ്ലറ്റിലൊന്നും പോവാതെ ആളുകളുടെ മുന്നിൽ വെച്ചോ ഹോൾ വെച്ചോ ബെഡ്റൂമിൽ വെച്ചോ അങ്ങനെ നിന്ന് നിപ്പിലോ അങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവൾ എത്തുന്ന സമയത്ത് പോലും അവളുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ വളരെ കെയർ ആയി ചെയ്തു കൊടുത്ത് അവളെ നോക്കുന്നത് ചോയാണ്. അടുത്ത ദിവസം ചോയ് ജോലിക്ക് പുറപ്പെടുമ്പോൾ അവനെ യാത്രയാക്കുന്ന സുജിൻ അവന്റെ പേരിൽ അവനെ വിളിക്കാതെ അവളുടെ എക്സിന്റെ പേരാണ് അവനെ വിളിക്കുന്നത്. അവൾക്ക് പെട്ടെന്ന് അവന്റെ പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. അത് അവന് മനസ്സിലായിട്ടും അവൻ അതൊരു കാര്യമേ ആക്കാതെ അങ്ങ് പോകുന്നു. പക്ഷെ അവൻ പോയ ശേഷമാണ് അവിടെ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുന്നവൾക്ക് അവനെ താൻ പേര് മാറി വിളിച്ചു, തന്റെ എക്സിന്റെ പേരിലാണ് അവനിപ്പോ വിളിച്ചതെന്ന കാര്യം ബോധ്യമാവുന്നത്. അവൾക്ക് ആകെപ്പാടെ വല്ലാത്ത നിരാശയും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. താൻ ആ പേര് വിളിച്ചപ്പോൾ അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് അവൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സങ്കടം വന്നാലും അത് പുറമെ പ്രകടിപ്പിക്കാതെ ഇങ്ങനെ അവൻ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നത് കണ്ട് അവൾക്ക് അവളോട് തന്നെ വല്ലാത്തൊരു വെറുപ്പ് തോന്നുന്നുണ്ട്. താൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവൻ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു ഇഷ്ടം ഇപ്പൊ വലിയ സങ്കടത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ജോലി കഴിഞ്ഞ് അവൻ എത്തുമ്പോൾ വീട്ടിൽ അവളെ കാണുന്നില്ല, മറിച്ച് അവിടെ ഒരു കത്തുണ്ടായിരുന്നു. അവനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിലും ആ ഇഷ്ടത്തിന്റെ പേരിൽ അവനെ സങ്കടപ്പെടുത്താൻ അവൾ തയ്യാറല്ല എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കത്തിന്റെ ഒടുക്കം എന്റെ അച്ഛനെ നീ ചെന്ന് കാണണമെന്നും അവൾ അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അച്ഛനെ കാണാനായി പോകുന്നുണ്ട്, അവളെ പറ്റി അറിയാനായി. പക്ഷെ അവിടെ എത്തുമ്പോൾ അവൾ അവന് വേണ്ടി തയ്യാറാക്കി വെച്ച ഡിവോഴ്സ് നോട്ടീസാണ് അച്ഛൻ നൽകുന്നത്. അവളുടെ ലൈഫിൽ അവൻ അങ്ങനെ കുടുങ്ങിക്കിടന്ന് കഷ്ടപ്പെട്ട് കാണാൻ അവളോ അവളുടെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരിക്കലും അവളെ വിട്ട് താൻ പോവില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അവൻ ആ ഡിവോഴ്സ് നോട്ടീസ് വലിച്ചു കീറിക്കളയുന്നു. പിന്നീട് കുറെ നാൾ അവളെ പറ്റി അവനൊരു വിവരം ഉണ്ടായിരുന്നില്ല. അവനാകട്ടെ അവളുടെ ഓർമ്മകളിൽ നിന്ന് മുക്തനാവാൻ സാധിക്കാതെ അവളെ കാണാൻ കഴിയാതെ ഭയങ്കരമായ സങ്കടത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന് വളരെ അപ്രതീക്ഷിതമായി അവളുടെ ഒരു കത്ത് വരുന്നു. അവൾക്ക് അവനെ കാണണമെന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കത്തിലെ അഡ്രസ്സ് പിന്തുടർന്ന് അവൻ അവളെ കാണാനായി എത്തുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. പക്ഷെ അവിടെ വെച്ച് അവനെ കാണുമ്പോൾ അവൾക്ക് അവനെ തിരിച്ചറിയാൻ ആ ഒരു മൊമെന്റ് കഴിയുന്നില്ല. ഒരു സ്ട്രേഞ്ചറിനെ കണക്ക് അവൾ അവനെ നോക്കാണ്. അവളുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ കൊണ്ടുവരണം എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇവരാദ്യമായി കണ്ടുമുട്ടിയ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഇൻസിഡന്റ് റീക്രിയേറ്റ് ചെയ്യാനായി അവനൊരു ശ്രമം നടത്തുന്നു. അന്നത്തെ കണക്ക് തന്നെ കയ്യിൽ ഒരു കോക്കുമായി വളരെ കാഷ്വലായി അവനിങ്ങനെ വരുന്ന ആ ഒരു സീൻ അവളുടെ കണ്ണിൽ പതിയുമ്പോൾ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടിയെത്തുന്നുണ്ടായിരുന്നു. പതിയെ സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് കയറുമ്പോൾ അവിടെ അവളുടെ ഫാമിലിയും അവളുടെ ഫ്രണ്ട്സും അവളുടെ പരിചയക്കാരും അങ്ങനെ പല വേണ്ടപ്പെട്ട ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അവളുടെ മനസ്സിലെ ആ ഒരു പഴയ
പഴയ ഓർമ്മയുടെ ഒരു തിരിച്ചുവരവിനായി അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും എഫേർട്ട് എടുത്ത് അവളുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനായി ശ്രമിക്കുകയാണ്. ഒറ്റയടിക്ക് അതിന് സാധിക്കില്ലെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് അവൾക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വിജയിക്കും എന്നതിൽ എല്ലാവർക്കും ശുഭപ്രതീക്ഷയുമുണ്ട്. എന്തായാലും ഇപ്പോ ചോയെ ഓർമ്മ വന്നിരിക്കുന്ന സുജിൻ അവന്റെ കൂടെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യാണ്. അവനും ഇനി എന്ത് വന്നാലും ഇവളെ വിട്ടുകളയില്ല, ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒന്നിച്ചു തന്നെ ഫേസ് ചെയ്യും എന്ന ഉറച്ച തീരുമാനത്തിൽ അവളുടെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ ഇവർ ഹാപ്പിയായി ഒന്നിച്ചുള്ളത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. Till then, bye.